ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம படைக்கல மூவியில் வந்து பார்த்தீங்கன்னா சீன் 3 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணியிருக்கோம். போய் கண்டிப்பாக விசிட் பண்ணி பாருங்கள். அதுக்கப்புறம் வந்து இந்த சீன் 1ல் வந்து நம்ம சுராஜ் சாரை வந்து பார்த்தீங்கன்னா ஸ்டூடெண்ட்லாம் வந்து கிண்டல் பண்ணிடுவாங்க. அது அது ஏதோ ஒரு பிரச்சனை ஆகிட்டு பஞ்சாயத்து வந்து நடந்துட்டு இருக்கும். அந்த ஹெச்ஓடி அடுத்த ஹெச்ஓடி யாருன்னு சொல்லி பார்த்தீங்கன்னா நம்ம சுராஜ் சாரை வந்து சொல்லிடுவாங்க. அதுக்கப்புறம் இன்னொருத்தர் வந்து இருப்பார். அது சரியா பேர் மறந்துட்டேன். அவர் வந்து நம்ம சுராஜ் சாரோட பாடி வந்து கண்ட்ரோல் வந்து பண்ணுவார். அந்த ஓஜா போர்ட்லாம் வச்சு கண்ட்ரோல் பண்ணுவார். எப்படி என்னன்னு சொல்லி தெரியல. அது வந்து ஒரு பையன் வந்து பார்த்துட்டு அதை என்ன சொல்றது, ஷாக் ஆகி போய் சுத்திக்கிட்டு இருப்பான். அது எப்படினாவது வந்து நம்ம தெரிஞ்சுக்கணும் அப்படின்னு சொல்லிட்டு சீன் 2ல வந்து அவரே ஃபுல்லா வந்து பார்த்தீங்கன்னா கண்ட்ரோல் வந்து பண்ணிட்டு இருப்பாங்க. அது எப்படி பாசிபிள்னு சொல்லிட்டு தெரியல. சீன் 3 வந்து பார்க்க போறோம். என்ன நடக்க போகுது என்னன்னு சொல்லி தெரியல. வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணா கண்டிப்பா தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம அந்த வீடியோக்கு லைக் பண்ணுங்க. வாங்க வீடியோக்குள்ள പോലാം. എടാ ഇപ്പൊ നടക്കുന്ന ഈ കളിയില് രഞ്ജിത്ത് വെച്ചുവെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്. അതിന് പറയുന്ന പേരാണ് പരകായ നിയന്ത്രണം. എടാ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് രഞ്ജിത്ത് സാർ തുടങ്ങിയ വെച്ച കളിയില് അയാൾക്കെതിരെ നിൽക്കുന്ന ആരുടെ കരു കിട്ടി കഴിഞ്ഞാലും അയാളുടെ ബോഡി കൺട്രോള് എനി ടൈം രഞ്ജിത്ത് സാറിന് കിട്ടും. വളരെ ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഷാജി സാറിനെ രഞ്ജിത്ത് സാറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതെ. അങ്ങനെ വരെ വഴിയില്ലല്ലോ. കാരണം ഷാജി സാർ ഈ കളി കളിച്ചിട്ടില്ലല്ലോ, രഞ്ജിത്ത് സാറിനെ കളിച്ചിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. എടാ ഗെയിം കളിക്കാൻ രണ്ടാമതൊരു പ്ലെയർ ഇല്ലെങ്കിൽ അയാളുടെ രക്തമോ മുന്നിലോ ഒരു കരുവെടുത്ത് അതിൽ പുരട്ടി കളത്തിലിട്ട് കഴിഞ്ഞാ പിന്നെ അയാൾക്ക് വേണ്ടി ആർക്ക് വേണേ കളിക്കാം. അപ്പൊ ഷാജി സാറിന്റെ പനിനീര് രഞ്ജിത്ത് സാറിന്റെ കയ്യിലുണ്ട്. അപ്പൊ എങ്ങനെ നിർത്തുകയല്ലേ പരിപാടി? പിന്നെ അല്ല, രഞ്ജിത്ത് സാറിന് ഒരു ബ്ലാക്ക് മാജിക് പരിപാടി നമ്മൾ നാട്ടുകാരോടൊന്ന് പറ, ശരിക്കും ആൾക്കാര്. പിന്നെ അങ്ങനെ ഈ ഫ്രോഡ് പരിപാടി കണ്ടോണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കാനാ? എന്നാ ചെന്ന് കയറി കൊടുക്കും. എഗ്ഗർക്ക് മുറിച്ചേരി കയറി. അതെ, ഇത് നമ്മുടെ സൂപ്പർ ഹീറോ മൊമെന്റ് ആണെങ്കിലോ? ആരുടെ മൊമെന്റ്? നമ്മൾ ഇത്ര നാളെ ഈ സൂപ്പർ ഹീറോ മൂവീസും കോമിക്സും ഒക്കെ കണ്ടിട്ട് ത്രില്ലടിച്ചിരുന്നല്ലേ. ആദ്യമായിട്ടല്ലേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. എടുത്ത് തലേ വെച്ചാലേ. അതിന് ഇയാൾ സൂപ്പർ വില്ലനൊന്നും അല്ല. ഏറിപ്പോ ഒരു 4-5 പേരും കൂടെ കൺട്രോൾ ചെയ്യും. 4-5 പറയുന്ന ടെസ്റ്റ് ഡോസ് ആണെങ്കിലോ ഇത് കഴിഞ്ഞ കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, പിന്നെ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും. എന്തോ അവരുടെ അത്ര കഴിവൊന്നും ലേക്കുന്ന എനിക്ക് നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു. അങ്ങനെ ജോക്കർ ആണെങ്കിൽ നമ്മൾ മിനിമം ഒരു ബാറ്റ്മാൻ എങ്കിലും ആവണ്ടേ? നീയൊന്നുമില്ല, വേണ്ട, ഞാൻ പോയി കയറാൻ പോവാ. എടാ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ നമ്മളിത് ഇവിടെ നിർത്തി കഴിഞ്ഞാ രഞ്ജിത്ത് സാർ ഇതേ പരിപാടി പിന്നെയും തുടരും. എന്തായാലും നമ്മൾ തുടങ്ങി, ഇനിയിപ്പോ തീർക്കാം. അല്ലപ്പോ എന്താ ചെയ്യാൻ പോണു? ആദ്യം അയാളുടെ പോലത്തെ ഒരു ബാഗ് ഒപ്പിക്കണം. എടാ ഈ ബാഗ് മാറ്റാൻ സാറെങ്ങനെ കണ്ടാലോ? ഇത്ര എന്തായാലും ലാബ് വേറെ ഫ്ലാഷിന്റെ ടീഷർട്ട് കഴിയാണ്ടൊന്ന് സ്പീഡിൽ പോടാ. പ്ലീസ്. ഇതുവെല്ലാം നടക്കുവോ? എടാ നീ ലാബിലെ ഫ്യൂസ് ഊരിയാൽ മാത്രം മതി. ലൈറ്റ് ഓഫ് ആവുന്ന മൊമെന്റ് ഞാൻ സാധനം കൊണ്ടുപോയിട്ട് മാറ്റി. ഓക്കെ, ஐயோ, பேக் மாத்த போறாங்க. എടാ വേഗം വിട്ടു പോയിക്കോ. ഞാൻ ജനിച്ചപ്പോഴേ റെഡി ബ്രോ. മാനേജർ വന്നിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. നൈസ് ഡേ. അടിപൊളിയായി വാള് വെക്കണം. KCBയുടെ സബ്സ്റ്റേഷൻ പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ കഴിച്ചു എല്ലാവരും? അപ്പൊ നമ്മള് തുടങ്ങുമല്ലേ? ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാലോ എല്ലാവർക്കും? എടാ ഫ്യൂസ് ഒന്നുമില്ല ഇവിടെ. അത് വേണ്ട, കോളേജ് അടിച്ചു. ഈ കാർത്തിക തിരുനാൾ കോളേജ് വളരെ വെൽ എക്യുപ്ഡായ അൾട്രാ മോഡേൺ ടെക്നോളജിയുള്ള. എന്തായി ഇരുട്ടായാ? ഇല്ലേ, ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇനി അങ്ങോട്ട് കണക്റ്റിലല്ല, കറണ്ടിലാണ്. സ്പന്ദനം നിലച്ചു. ഇല്ലട പോത്താൻ. ഒരു മിനിറ്റ്, ഇതിലെന്തായാലും പോകും. എന്താ പോയി പോയില്ലേ? ഇറങ്ങട്ടെ. അതെ, പറ്റില്ല, കളഞ്ഞിട്ട് പോകും. അതെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്ര വിളിച്ചതില്ല, നാട്ടുകാർ മൊത്തം കാണും. എനിക്ക് ഇരുട്ട് വേണം. നീ എന്താ കൂട്ടിയല്ല? ഞാൻ പോരാ. സാർ വന്നാ സ്വിച്ച് ഇട്ട കറണ്ടോ ബാക്കി നോക്കണം.
So, let's begin. ഓ ഈ ടീഷർട്ടിന് ഇരുട്ടത്ത് തിളക്കമുണ്ടോ എന്നൊരു സംശയം പോലെ. നെഞ്ചത്ത് ടോർച്ച് വെച്ചിട്ടുണ്ടോ നീ സോറി, അങ്ങനെ ഈ അല്ല, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചേട്ടാ ഞാൻ ചെയ്തോളാം. സാറേ ഇതിപ്പോ അടുത്തെങ്ങനെ ശരിയാവോ? എടാ ഇത് 5 മിനിറ്റിൽ ശരിയാവും, അല്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ. സ്മൂത്തല്ലേ? കുക്കിയിലല്ലോ. നല്ല സൂപ്പർമാനെ വേണ്ടി വന്നു. അയ്യടാ, കറണ്ട് കളി ഇട്ടാക്കി തന്നാലാ ബാറ്റ്മാൻ, അത് മറക്കണ്ട. എടാ ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയരുത്. സോറി. മറ്റേ ബാഗ് എവിടെ? അത് കാണാൻ വലിയ ഗുണമില്ലാത്തോണ്ട് ഞാൻ ലാബിൽ എടുത്തില്ല. പോത്തെ നമ്മുടെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മള് തൂക്കൂലേ? ആ തൂക്കും. ഈ ബാഗ് നിന്റെ ആണോടാ? അല്ല, സാറിന്റെ മന്ത്രവാദമൊക്കെ നമുക്കറിയാം. മന്ത്രവാദം? അതെന്ത് വാദം? സാറിന്റെ ബോർഡ് നമ്മുടെ കണ്ടു, സാർ കളി നിർത്തിക്കോ. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യൂടാ? കളിയറിയാൻ നീയൊക്കെ കയറി വന്ന് കാലന്റെ കൂട്ടിലാണല്ലോടാ. സാറില്ല, നീയൊക്കെ തന്നെ ബാഗ് എന്റെ കൈ കൊണ്ടു തരും. സാറിന്റെ ബോർഡ് കിട്ടില്ല, നമ്മൾ എന്തായാലും നശിപ്പിക്കും. ചെയ്തത് തെറ്റാന്ന് എനിക്ക് ഒരു ദിവസം മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരും. അതുവരെ മക്കൾ അത് വെച്ചിട്ട് ലുഡോ കളിച്ചോ, ലുഡോ. അവരെന്റെ നോക്കിൽ, ഫിലമിന്റെ കണ്ണിൽ, ദയകഞ്ചലമെന്നിന് കേഴണം നിന്നൊരു കിടയണ വാക്കി വാക്കി. അവരെന്റെ നോക്കിൽ, ഫിലമിന്റെ കണ്ണിൽ, ഈ ലോകം ഇതിങ്ങനെ പമ്പര ചുറ്റണം എന്റെ തീർപ്പില്ല. നമുക്കിത് ആരോടെങ്കിലും പറഞ്ഞാലാ, അല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോയി തിരിച്ചു വെച്ചാലാ? എടാ, ഈ 2 കാര്യം ചെയ്താലും അങ്ങനെ നമ്മളെ ജീവനോട് വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാറല്ലേ, പിന്നെ നമ്മളെ കൊല്ലൂ. മെൽവിൻ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇതേ സിറ്റുവേഷനിൽ ഇയാൾ തീർത്തായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എടാ, തീർക്കാനാ? നീ എന്തൊക്കെയാടാ പറയണത്? തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നീ? എടാ, ലാബിൽ വെച്ച് ഇവനെ എന്തും അങ്ങനെ ചെയ്തെന്നുണ്ടോ? എന്ത്? അങ്ങനെ കൊല്ലൂടാ, അത് ഉറപ്പാ. റംസാദെ, ഞാൻ എന്തൊക്കെ വന്നാലും ബാഗ് അവിടെ വെച്ച് മറന്നാൽ ഭയങ്കര മോശമായിപ്പോടാ. ഇനി എന്റെ തലയിലോട്ട് കയറ്റി. എടാ, നീ ഇതൊന്നും അറിയാതെ ബോർഡ് കൊണ്ട് കത്തിച്ചിരുന്നല്ലോ, ലൈഫ് ടൈം മൊത്തം നീ അങ്ങനെ കൺട്രോൾ ജീവിച്ചേ. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് തെറ്റില്ല. നമ്മളിപ്പോ വഴക്കുണ്ടാവുന്നേ. അയ്യോയ്യോ. എനിക്കൊന്ന് സംസാരിക്കണം. എന്താ? വേറെ നമുക്ക് സംസാരിക്കാം.
എടാ എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എടാ നീ ഞാൻ 2 വേവ് ലെങ്ത് ആണ്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനിപ്പോ എന്താ? എടാ നീ നിന്റെ രീതിയിൽ നല്ലൊരുത്തനാ. പക്ഷെ നമ്മൾ രണ്ടുപേരും 2 ലോകത്താ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നിനക്കൊരു താല്പര്യവും ഇല്ല. അത് തെറ്റാണെന്നോ നീ മാറണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് നീ പറയണമെന്ന് മനസ്സിലാവണല്ലോ. നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ റിലേഷൻഷിപ്പ് നിന്നു പോകുന്നുള്ള പേടിയാ നിനക്ക്. വൈകാതെ നീ നിന്റെ പഠിത്തമൊക്കെ ആയിട്ട് ജർമ്മനിയിലേക്ക് പോകും. നീ അവിടെയും ഞാൻ ഇവിടെയും ഈ പ്രശ്നങ്ങളൊക്കെ കൂടാനേ പോകുന്നുള്ളൂ. ഞാൻ ജർമ്മനി പോയായിരുന്ന പ്രശ്നം തീരുമോ? നീ എനിക്ക് വേണ്ടി പോവാതിരുന്ന നിന്റെ ക്യാരക്ടർ ഇല്ലാതാവുന്നത്. എനിക്ക് ഈ പ്രശ്നം മനസ്സിലാക്കാൻ 2 ദിവസം എടുത്തുള്ളൂ. ഇത് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ഇത്രയ്ക്ക് നീണ്ടുപോയത്. ഇപ്പൊ പറഞ്ഞില്ലേ, പൊക്കോ. പൊക്കോ. എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ തുറക്കാൻ നോക്കി പോടും. ഒരു രക്ഷയില്ല, തുറക്കുന്നില്ലത്. എടാ എനിക്ക് ആ ഇന്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും വേണടാ. എടാ നശിപ്പിക്കും. അത് ഓപ്പൺ ആവണ്ടേ? ഞാൻ ട്രൈ ചെയ്ത്. എടാ ഒന്നും ആലോചിക്കണ്ട കേട്ടാ, പിടിക്കാം. സെറ്റ് ആക്കിയിട്ടുണ്ട്. 2255 കേട്ടാ, കേട്ടാ പാസ്വേഡ്. മറ്റേ ഇംഗ്ലീഷ് ഡയലോഗ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത പാടാവും. അതാ സെറ്റ് സെറ്റ്. സർ Jitin, you can start. Good morning, all. The most powerful thing in this world is a human brain, and second most powerful thing is a computer. So my idea is to combine both and create an ecosystem which can increase the capacity of our brain, breaking free the limitations of our body. We have gone through your report. One thing I want to know is that whether the interface will be invasive or not. We can go either way, sir, but the trade-off is data transmission rate. ഓക്കെ ജിതിൻ, നൈസ് പ്രസന്റേഷൻ ബൈ ദ വേ. അപ്പോ ഒരാൾ പാരലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ തലയിൽ ഒരു ചിപ്പ് വെച്ചിട്ട് അയാളുടെ ബോഡി പാർട്സ് കൺട്രോൾ ചെയ്യാം അല്ലേ? Yes, sir. യെസ്. അപ്പൊ എന്റെ ഡൗട്ട്, ഈ ചിപ്പിന്റെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലാണെങ്കിൽ അയാൾക്ക് ഇയാളുടെ ബോഡി പാർട്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വരില്ലേ? പറയ്. Yes. പറ്റും, കൺട്രോൾ ചെയ്യാം. No, sir. നോ, Not possible. ചെയ്യാൻ പറ്റില്ല. അപ്പോ ജിതിൻ പറയുന്നത് ആ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നാണ്. Yes, sir. പറ്റൂല. ഉറപ്പാ? ശരി. சூப்பரா இருந்துச்சு. இவரோட பாடி வந்து பாத்தீங்கன்னா அவருக்கு வந்து கண்ட்ரோல் பண்றாரு. அந்த ஓஜா போர்டு வந்து பாத்தீங்கன்னா எப்படி எடுத்துட்டாங்க. அந்த ஓஜா போர்டு எடுக்கிறப்பதான் வந்து பாத்தீங்கன்னா காமெடியா இருந்துச்சு. நான் போறேன், பவர் ஸ்டேஷன் வந்து போறேன், லைட் ஆஃப் பண்றேன். லைட் ஆஃப் பண்ணும்போது அந்த நான் வாங்கிட்டு வந்த பேக்கை வச்சுட்டு அந்த பேக்கை வந்து நான் எடுக்க போறேன் அப்படின்னு சொல்லிட்டு அதுதான் அவங்களோட பிளானு. ஒவ்வொரு லைட்டா வந்து ஆஃப் பண்ணுவாங்க. இது இல்லைன்னு சொல்லிக்கிட்டே இருப்பாங்க. கடைசியில வந்து பாத்தீங்கன்னா கூட அந்த ஜிதின் இருப்பார். அவர் வந்து ஏதோ ஒரு ப்ரொஜெக்ட்ல வந்து ஷார்ட் சர்க்யூட் ஏதோ ஒன்று பண்ணிட்டு வந்திருப்பாரு. அது போட்டால் வந்து பார்த்தீங்கன்னா கரண்ட் போகிற மாதிரி அவர் அதே மாதிரி வந்து பார்த்தீங்கன்னா சுவிட்ச் வந்து போடுவார், டக்குன்னு வந்து ஃபியூஸ் வந்து போயிடும். எடுக்கலான்னு வந்து போவார், பார்த்தீங்கன்னா டிஷர்ட் வந்து பார்த்தீங்கன்னா ரேடியம் வந்து எரியும். சரியான வந்து ட்விஸ்ட், சூப்பராக இருந்துச்சு அந்த சீன். அதுக்கப்புறம் அவர் ஃபுல் பாடி கண்ட்ரோல் வந்து பார்த்தீங்கன்னா அவர் வந்து பண்ணிட்டு இருக்காரு. இது வந்து எதில் போய் முடிய போகுது என்னன்னு சொல்லிட்டு தெரியல. இது எப்படி க்யூர் ஆக போகுது என்னன்னு சொல்லிட்டு தெரியல. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக வந்து என்ஜாய் பண்ணியிருப்பீங்க. மறக்க அந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணால் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.